മക്കളൊക്കെ ഒരുപാട് വിഷമിച്ചു. നാണക്കേടായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചോ? അതിനിടയിൽ ആ പേഴ്സ് നഷ്ടപ്പെട്ടതാ കാര്യങ്ങളാകെ വഷളാക്കിയത്. പാവം എന്റെ വന്ദനമോള്. ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ചവരെ തിരിച്ചറിയാൻ പോലീസുകാർ പറയുമ്പോഴുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ. അത് മാത്രോ, ID കാർഡും പോലീസുകാർ കാണിച്ചു അത്രേ. എല്ലാം മാധവേട്ടൻ പറഞ്ഞിട്ടാ. മാധവേട്ടൻ പറയാനും ഞാനിങ്ങോട്ട് അനുസരിക്കാൻ. എല്ലാത്തിനും ഉപദേശം തരുന്ന നിനക്ക് വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതും ശരിയാ. ഇതിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ടെത്തിയതും ഇല്ലെന്ന് പറഞ്ഞതുപോലെയായി. ആനന്ദാശ്രമത്തിൽ പോകുന്നു എന്ന് എഴുതി വെച്ചിട്ട് ഇറങ്ങുകയും ചെയ്തു, ആനന്ദാശ്രമത്തിന്റെ പരിസരത്ത് പോലും എത്തിയതും ഇല്ല. നമ്മൾ കാരണം പിള്ളേരും ബുദ്ധിമുട്ടി. പണിയെല്ലാം പറ്റിച്ചിട്ട് രണ്ടുപേരും ഇവിടെ വന്നിരിക്കല്ലേ? മോളെ വേണ്ട, എന്റെ ആരും മോളിൽ നിന്നും വിളിക്കണ്ട. വയസ്സുകാലത്ത് എന്താ കാണിച്ചത്? രണ്ടാളും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു. ആരെങ്കിലും പിടിച്ചോണ്ട് വരുന്നെങ്കിലോ? നാട്ടിലെ മുഴുവൻ പിള്ളേരെ പിടുത്തക്കാരാ. അവര് പിടിച്ചോണ്ട് പോയിട്ട് കണ്ണു കുത്തി പൊട്ടിച്ചിട്ട് കിളവിനെ പിച്ചടിപ്പിച്ചേനെ. അവരെ വലിയ ചാക്കുകളുമായിട്ടാ നടക്കുന്നത്. രണ്ടുപേരും ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. എന്നോട് ഇനി രണ്ടുപേരും മിണ്ടണ്ട. അഹങ്കാരം കാണിക്കുന്നത് ദിയമ്മക്ക് ഇഷ്ടമല്ല. അല്ല ചന്ദ്രു, നിനക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? പേഴ്സ് കളഞ്ഞു പോയതുകൊണ്ട് വാങ്ങിച്ചു തരാൻ പറ്റിയില്ല. വാ, നമുക്ക് പോയി ഐസ്ക്രീം കഴിച്ചിട്ട് വരാം.